ഗൈസ്, ജാസ്മിൻ ജാഫറിന്റെ കുറെ കള്ളത്തരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് ആ ഒരു ബിഗ് ബോസ് സീസണിനകത്ത് നടന്ന പല കള്ളത്തരങ്ങളും, ഈവൻ ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പാക്ക് വയ്യ എന്ന് പറഞ്ഞ് ബ്ലോക്കാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച ആ ഒരു ഇൻസിഡന്റ് മുതൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി, ഇൻസ്റ്റഗ്രാം വഴി, യൂട്യൂബ് വഴി ഇത് കാണിക്കുന്ന കള്ളത്തരമാണ്. ഈ ഒരു ഷോയും ഈ പറയുന്ന വീട്ടുകാരും ചേർന്നിട്ട് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു ഗെയിമിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പലരും പറഞ്ഞു, തെളിവില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ പറയരുത്, അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ. വിവരമുള്ള അരിയാഹാരം കഴിക്കുന്ന കുറച്ച് ആളുകൾ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രോ, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഇതിലൊരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്, ഏഷ്യാനെറ്റിന്റെ കൈ ഇതിനകത്തുണ്ട് എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് തന്നെ പല ആളുകളും പറയുന്നുണ്ട്. എങ്കിലും ഭൂരിപക്ഷം പേരും പറയുന്നതെന്ന് വെച്ചാൽ നമ്മളാണ് തെറ്റ് ചെയ്യുന്നത്, അവർ നല്ല രീതിയിൽ കളിക്കുന്നത്, വാപ്പാക്ക് വയ്യാത്തത് കൊണ്ടാണ്, ആനയാണ് ചേമ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ കഴിഞ്ഞ ദിവസം ആ വഴക്കിനിടയിലൊക്കെ അവിടെ വന്നിരുന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ജാസ്മിന്റെ വായിൽ നിന്ന് തന്നെ വീഴുന്നുണ്ട്, എന്റെ തന്ത വന്ന് എന്നോട് പറഞ്ഞിട്ട് പോലും ഞാൻ അനുസരിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് പറയുന്നുണ്ട്. ഞാൻ ആ ഒരു രംഗം അതിപ്പം എനിക്ക് മനസ്സിലായിടത്തോളം വേണമെങ്കിൽ ഏഷ്യാനെറ്റിന് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാമായിരുന്നു അല്ലേ? പക്ഷെ അത് ഏഷ്യാനെറ്റ് അത് ഇട്ടത് ജനങ്ങൾക്ക് തന്ന ഒരു ഹിന്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഈ ഒരു ഷോ എഡിറ്റഡ് ആണ്, ഓക്കെ, അത് എപ്പിസോഡിനകത്ത് വന്നൊരു സംഭവമാണ്, അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാമായിരുന്നു. ഈവൻ ലൈവിലാണെങ്കിൽ പോലും ഇത് കട്ട് ചെയ്ത് മാറ്റാമായിരുന്നു. മാറ്റാണ്ട് ഏഷ്യാനെറ്റ് അത് ജനങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ജനങ്ങൾക്ക് തന്ന ഒരു ഹിന്റ് ആണത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു രംഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിലൊന്ന് കാണിച്ചു തരാം. എനിക്കറിയാൻ പാടില്ല ബ്രോ, ഇവിടെ എന്റെ തന്ത വിളിച്ചെന്നെ പരിച്ചിട്ട് ഞാൻ കയ്യെടുത്ത് ഇവിടെ എന്റെ തന്ത വിളിച്ചെന്നെ പരിച്ചിട്ട് ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു രംഗം എന്നുള്ളത്. അതായത് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് എണീച്ചു പോകുന്നത് പുള്ളിക്കാരി പറയാൻ തുടങ്ങിയാണ്, എന്റെ വാപ്പ അതായത് പുള്ളിക്കാരെ എടുത്തിട്ട് പൊരിച്ചിട്ട് പോലും ഞാൻ അനുസരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നൈസിന് അവിടെ നിന്ന് എണീച്ചങ്ങ് പോവുകയാണ്. അതായത് വാപ്പ വെളിയിലുള്ള കാര്യങ്ങൾ വിളിച്ച് ഈ പറയുന്ന ജാസ്മിനോട് പറഞ്ഞിട്ട് പോലും ജാസ്മിൻ അതൊന്നും അനുസരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഗബ്രിയോ ആയിട്ടുള്ള വിഷയം നല്ല രീതിയിൽ വെളിയിൽ ചർച്ചാ വിഷയമാവുന്നുണ്ട്, അത് ഭയങ്കര മോശമായിട്ട് ഫാമിലി അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പാരന്റ്സ് ഈ പറയുന്ന ജാസ്മിനെ വിളിച്ചു പറയുകയും, പക്ഷേ ജാസ്മിൻ അത് മനസ്സിലാക്കാണ്ട് ആ ബ്ലോക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടം എന്ന് പറയുന്നു, അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അതവിടെ കഴിയുന്നു. എന്നിട്ടും ജാസ്മിൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പറയുന്ന ഗബ്രിയോ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ തന്നെ പോകുന്നുണ്ട്. ഗബ്രി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എവിടെയും ജാസ്മിൻ അതിനെ എതിർത്ത് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ജാസ്മിനെ പോലൊരു പെൺകുട്ടിക്ക്, ജാസ്മിൻ എന്നല്ല ഏത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് ഒരാണെ ഏത് അർത്ഥത്തിലാണ് നോക്കുന്നത്, ഏത് അർത്ഥത്തിലാണ് തൊടുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരു പെൺകുട്ടിക്കുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജാസ്മിനോട് ഗബ്രി കാണിക്കുന്ന ഇത് ഏത് രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം ജാസ്മിൻ ഉണ്ടെങ്കിലും ജാസ്മിൻ അത് മനസ്സിലാവാത്തതുപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ജാസ്മിന്റെ ആദ്യത്തെ കാമുകന്മാരൊക്കെ പുറത്തു വന്നു, രണ്ടാമത്തെ കാമുകൻ പുറത്തു വന്നു, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചു എന്ന് പറയുന്ന അഫ്സൽ വന്ന ആ പറഞ്ഞ അഫ്സലിന്റെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അഫ്സലിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ സൈഡിൽ കാണിക്കാം. അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, വീട്ടുകാർക്ക് പോലും മനസ്സിലാക്കാം, വീട്ടുകാരെ പോലും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ അത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ്. ഇവൻ ഇനി കല്യാണത്തിന്റെ കാര്യമാണെങ്കിലും അത് വന്നിട്ട് സംസാരിക്കാം. എനിക്ക് ഇപ്പോഴും സ്റ്റിൽ ഈ പറയുന്ന ജാസ്മിന്റെ വീട്ടുകാരോടും ഈ പറയുന്ന അഫ്സലിനോടൊക്കെ എനിക്ക് ഭയങ്കര അനുകമ്പ അല്ലെങ്കിൽ ഒരു വിഷമം തോന്നുവാണ്. ഈ പറയുന്ന പാരന്റ്സ് ഒരു ഷോയിലോട്ട് പറഞ്ഞു വിട്ടിട്ട് അതിന്റെ ബാക്കിൽ നിന്ന് അഭിമാനിക്കുന്നതിന് പകരം അപമാനിതരായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായത്തോളം ഈ പറയുന്ന ഫാമിലി, ഇതെനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ എനിക്ക് തിരിഞ്ഞ കുറച്ച് കാലങ്ങളാണ് പറയുന്നത്, ഈ പറയുന്ന ജാസ്മിനാണ് ആ ഒരു ഫാമിലിയിലെ കടങ്ങളെല്ലാം വീട്ടിയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ജാസ്മിന്റെ വാപ്പാക്ക് വയ്യാതിരിക്കുകയാണ്, പുള്ളിക്കാരന് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഓക്കെ, അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉമ്മ ഹൗസ് വൈഫാണ്. അപ്പൊ ജാസ്മിനാണ് യൂട്യൂബിൽ നിന്നാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും പൈസ ഉണ്ടാക്കുന്നത്, കുടുംബം കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ജാസ്മിന്റെ അടിമത്വം അല്ലെങ്കിൽ ജാസ്മിൻ അടിമയായിട്ട് വെച്ചിരിക്കുകയാണ് ഈ വീട്ടുകാരെല്ലാം. സോ അവർക്കൊക്കെ ഇവള് പറയുന്നത് കേട്ട് നിന്നേ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെറ്റത്തരം കാണിച്ചാലും വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അതിനി വീട്ടുകാർ പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഓരോ നിമിഷവും അവർ കരയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. കാര്യം ഏതൊരു അച്ഛനായാലും അമ്മയാണെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ പോയിട്ട് ലോകത്തിന്റെ മുന്നിൽ ഒരു മോൾ, ഒരു സ്ത്രീയാണ്, ഒരു പെണ്ണാണ്, ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, അപമാനം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാവരും കളിയാക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആര് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പറയുന്നത് ജാസ്മിൻ എന്നാണ്.
ഹൈജീനിക്കിന്റെ കേസാണെങ്കിലും ഈ പറയുന്ന ഫ്ലേർട്ടിങ്ങിന്റെ കേസാണെങ്കിലും അലപ്പാണെങ്കിലും എന്തുകൊണ്ടും എല്ലാവർക്കും വെറുത്ത ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന ജാസ്മിൻ്റെത്. നാളെ ജാസ്മിൻ വന്നിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പറയുന്ന കുറ്റം പറഞ്ഞ് നമ്മളെല്ലാവരും കരിവാരി തേക്കുന്ന രീതിയിൽ ഒന്നുകിൽ കൊണ്ടൊരു കേസ് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ നമുക്കെതിരെ 2 വീഡിയോ ചെയ്യും. അപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് അന്ന് ഈ കാണിച്ച കാര്യങ്ങളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്കെതിരെ പറയുന്നതാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കണം. അല്ലാണ്ട് തെറി വിളിക്കാം. ഈ കാണുന്ന നമ്മളെ കമന്റ് ചെയ്യുന്ന പകുതി 3/4 പേര് നാളെ വന്നിട്ട് നമ്മളെ തന്നെ തെറി വിളിക്കും. ജാസ്മിൻ വന്ന് കരഞ്ഞ് 2 വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് കൺഫേം ആണ്. ഈവൻ ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന അഫ്സലിന് പോലും ജാസ്മിൻ എന്താണ് എന്ന് മനസ്സിലായി. കഴിഞ്ഞ 7 മാസമായിട്ട് ജാസ്മിനും അഫ്സലും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. ആ ജാസ്മിന്റെ പ്രേരണയോടുകൂടി കല്യാണം ഉറപ്പിച്ചു. എന്നിട്ടാണ് ഇതിനകത്ത് പോയി ഈ പറയുന്ന പോക്കൃത്തരങ്ങൾ ജാസ്മിൻ കാണിച്ചു കൂട്ടുന്നത്. ഏതെങ്കിലും ഒരു ആണിന് സഹിക്കാൻ പറ്റുമോ? ഈവൻ ഇനിയിപ്പോൾ എത്രയൊക്കെ വലിയ മാന്യനാണ്, എത്രയൊക്കെ വിശ്വാസമാണ് തൻ്റെ പെണ്ണിനെന്ന് പറഞ്ഞാൽ പോലും മറ്റൊരു പയ്യനോടൊപ്പം ഇങ്ങനെ ഇരിക്കുന്നത് പോട്ടെ, കൈ പിടിക്കുന്നത് പോട്ടെ, ഹഗ് ചെയ്യുന്നത് പോട്ടെ, കിസ് ചെയ്യുന്നതും അവൻ ഇഷ്ടമാണ്, എനിക്ക് പ്രണയമല്ല, അതിനും മുകളിൽ മറ്റെന്തോ ആണെന്നൊക്കെ പറയുന്നു. അപ്പോഴൊക്കെയും ജാസ്മിനോടെങ്കിൽ നോ എന്ന് പറയുന്നൊരു വാക്ക് പറഞ്ഞ് അവനെ അവോയ്ഡ് ചെയ്യാം. പക്ഷെ അതൊന്നും ജാസ്മിൻ ചെയ്യുന്നില്ല. അതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. ഈവൻ എനിക്ക് കൺഫേം ആണ്, വീട്ടുകാരുൾപ്പെടെ എല്ലാവരും ജാസ്മിനെ തഴഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം മോൾ എന്ത് കാണിച്ചാലും അത് തെറ്റല്ല, ശരിയാണെന്ന് പറഞ്ഞ് കൂടെ നിർത്താനല്ലേ പാരൻസിന് പറ്റൂ. അത് അവരുടെ അവസ്ഥയാണ്. കാര്യം നാളെ ഇടയ്ക്ക് വെച്ച് 1-2 സമയത്ത് എവിടെയൊക്കെയോ 1-2 കട്ടിങ് ഞാൻ കണ്ടു, അതെൻ്റെ മിസ്സായി. ജാസ്മിൻ പറയുന്നുണ്ട് ക്യാമറയുടെ മുമ്പ് വന്നിട്ട്, ഞാനേ കാണൂ, ഞാനേ ഉള്ളൂ, ഞാൻ മാത്രമേ കാണൂ. അതിനർത്ഥം എന്തുവാ? വീട്ടിൽ വന്നു കഴിഞ്ഞാലും ചിലവ് കാര്യങ്ങളൊക്കെ നോക്കാനും അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ജാസ്മിനാണ്, ജാസ്മിൻ മാത്രമേ കാണൂ എന്നുള്ളത് വീട്ടുകാരെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഗെയിമിനെ ബാധിച്ചതുപോലും വാപ്പാട ഷൗട്ടിങ് ആണ്, അവർ കാരണമാണ്, വീട്ടുകാർ വാപ്പ കാരണമുള്ള വീട്ടുകാർ കാരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമാണ്. അപ്പോൾ ഈ ഏഷ്യാനെറ്റ് ഈ ഒരു ഷോയും ഈ പറയുന്ന അവരും ചേർന്നിട്ട് നമ്മുടെ ഓരോരുത്തരെയും വിഡ്ഢികളായിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ? ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ വീണതാ. ഇത് നമ്മളായിട്ട് ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ വീട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പല പല പേജുകളിൽ ട്രോളായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇതുവരെ ഒരു കാര്യം പോലും ഞാൻ ഫേക്കായിട്ട് വന്ന് എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളാരെയും കബളിപ്പിക്കേണ്ട ആവശ്യമില്ല. നടന്ന കാര്യങ്ങൾ, ഷോയുടെ നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പുറത്ത് പലര് വഴിയും നമ്മുടെ ചെവിയിൽ തെളിവില്ലാതെ വന്നതല്ല, വിത്ത് എവിഡൻസോടുകൂടി വന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഓഡിയൻസിനോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം നമുക്ക് ഇപ്പോഴും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാതിരിക്കാം. ഈ വരുന്ന പെരുന്നാളിന് ജാസ്മിൻ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിക്കാം. പിന്നെ വരുന്ന ദിവസങ്ങളിലുള്ള വൈൽഡ് കാർഡിൻ്റെ എൻട്രി, എൻ്റെ മോനെ ഒരു രക്ഷയില്ല, കിടില ഒരു നിരയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ നിരകളൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡ് പൊരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വേറൊരു വീഡിയോ കാണുമ്പോഴേ വണക്കം, ബൈ ബൈ.